എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഷർട്ട് കോളർ വെച്ചിട്ടുള്ള ഒരു ഷോർട്ട് കുർത്തിയാണ്. ബാക്കിൽ നോട്ട് വരുന്ന മോഡലും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കോട്ടന്റെ ഫാബ്രിക് ആണ് എടുത്തിരിക്കുന്നത്. 2 മീറ്റർ ആണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇതുപോലെ താഴ്ഭാഗത്ത് ഒരു ബോർഡർ വരുന്നുണ്ട്. ആദ്യം തന്നെ നമുക്ക് ഈ ബോർഡർ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ആദ്യം ലെങ്ത് വൈസ് ആയിട്ട് ഫാബ്രിക്കിനെ ഒന്ന് രണ്ടായിട്ട് മടക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് എത്രയാണോ വിഡ്ത്ത് വേണ്ടതെന്ന് വെച്ചാൽ ആ വിഡ്ത്തിനനുസരിച്ചിട്ട് ഫോൾഡ് ചെയ്യുക. ബാക്കി ബാലൻസ് ഫാബ്രിക്കിൽ വേണം നമുക്ക് സ്ലീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ ഇതേപോലെ മടക്കിയിടുന്ന സമയത്ത് ഒരു 12 ഇഞ്ച് വിഡ്ത്തിൽ മടക്കിയിട്ടിട്ട് മൊത്തമായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ബാക്കി ബാലൻസ് ക്ലോത്ത് മാറ്റി വെക്കുന്നുണ്ട്. അതിലാണ് നമ്മൾ സ്ലീവ് ചെയ്യുന്നത്. ഫുൾ സ്ലീവ് ആണ് ചെയ്യുന്നത്. ഫോൾഡ് ചെയ്തിരിക്കുന്ന ഫാബ്രിക്കിന്റെ സെന്റർ ഞാൻ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ സ്ക്രീനിൽ നന്നായിട്ട് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ കറക്റ്റ് ആയിട്ട്, അതായത് ഒരു ഫാബ്രിക്കിനെ കറക്റ്റ് രണ്ടായിട്ട് മടക്കിയിട്ടതാണ്. പക്ഷെ ഇതിന്റെ പ്രിന്റ് ഒന്ന് മുകളിലേക്കും ഒന്ന് താഴേക്കും വരുന്ന രീതിയിലാണ് ഫാബ്രിക് ഇരിക്കുന്നത്. ഒരേപോലത്തെ പ്രിന്റ്, അതായത് ഫ്ലോറൽ പ്രിന്റ് അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഫോൾഡ് ചെയ്തിടാം, ഒരു കുഴപ്പവും ഉണ്ടാവില്ല. പക്ഷെ ഇതേപോലെ ഒരേ ഡയറക്ഷനിൽ പോകുന്ന പ്രിന്റ് ഒക്കെ ആകുമ്പോൾ നമ്മൾ എപ്പോഴും ഫോൾഡ് ചെയ്യുന്ന സമയത്തൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ ഇതേപോലെ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ ഡയറക്ഷനിൽ വരുന്ന രീതിയിൽ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് വെച്ചിട്ട് അതിന് ഒന്നും കൂടി ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫോൾഡ് ചെയ്തിട്ട് ഇതേപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. മുകൾ ഭാഗം അതുപോലെ തന്നെ താഴ്ഭാഗം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബാക്കി ലെങ്ത് ആയിട്ട് 38 ഇഞ്ചാണ് കിട്ടുന്നത്. അപ്പൊ അതിൽ സീം അലവൻസ് കഴിച്ചാൽ നമുക്കൊരു 36 ഇഞ്ച് ലെങ്ത്തിലുള്ള കുർത്തി കിട്ടും. കറക്റ്റ് ലെങ്ത് ആണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് നമുക്ക് അളവ് മാർക്ക് ചെയ്യാം. ആദ്യമേ പറഞ്ഞിരുന്നു ഷർട്ട് കോളർ വെച്ചിട്ടാണ് ചെയ്യുന്നതെന്ന്. അപ്പൊ അതുകൊണ്ട് തന്നെ എപ്പോഴും കോളർ വെച്ച് ചെയ്യുന്ന സമയത്ത് എത്രയാണോ നമ്മുടെ ഷോൾഡർ അതിനേക്കാളും ഒരു 1/2 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 1 ഇഞ്ചെങ്കിലും എക്സ്ട്രാ ആയിട്ട് നമ്മൾ എടുക്കണം. അപ്പൊ ഞാനിവിടെ ഒരു 1/2 ഇഞ്ചാണ് എക്സ്ട്രാ എടുക്കുന്നത്. നോർമൽ ഷോൾഡർ 7 ഇഞ്ചാണ്. അത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം അവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്തത്. അതിലേക്ക് എക്സ്ട്രാ ആയിട്ട് ഒരു 1/2 ഇഞ്ച് എടുത്തത് എന്തിനാന്ന് വെച്ചാൽ കോളർ ചെയ്യുന്നത് കൊണ്ടാണ്. കോളർ ചെയ്യുന്നില്ല, നിങ്ങൾ നോർമൽ നെക്കാണ് ചെയ്യണമെങ്കിൽ ആ നോർമൽ ഷോൾഡർ തന്നെ എടുത്താൽ മതി, ഒരു മാറ്റവും വരുത്തണ്ട കേട്ടോ. ഷോൾഡർ മാർക്ക് ചെയ്ത പോയിന്റിന് നേരെ താഴേക്ക് ഒരു 1/4 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സാധാരണ നിങ്ങളൊരു ഡ്രസ്സ് തയ്ക്കുമ്പോൾ ഷോൾഡർ സ്ലോപ്പ് കൊടുക്കാറില്ലെങ്കിലും കോളർ ചെയ്യുന്ന ഡ്രസ്സിന് നിർബന്ധമായിട്ടും ഷോൾഡർ സ്ലോപ്പ് കൊടുക്കുക കേട്ടോ. കാരണം ആ ചുളിവുകൾ അവോയ്ഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഷോൾഡർ സ്ലോപ്പിന് വേണ്ടിയിട്ട് 1/4 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിന് നേരെ താഴേക്ക് എത്രയാണോ നിങ്ങളുടെ ആം ഹോൾ ലെങ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മാർക്ക് ചെയ്യുക. ഇവിടെ 7 ആണ്. 7 മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ ഒരു എൽ ഷേപ്പ് വരച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ചെസ്റ്റ് വിഡ്ത്തിന്റെ 4 ഭാഗം മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ 9 ആണ്. അതിന്റെ കൂടെ 2 ഇഞ്ച് സീം അലവൻസ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആം ഹോൾ മാർക്ക് ചെയ്യാം. നമ്മൾ ആം ഹോൾ ലെങ്ത് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ സെന്റർ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഈ സെന്ററും നമ്മുടെ ചെസ്റ്റ് വിഡ്ത്ത് മാർക്ക് ചെയ്ത പോയിന്റും ടച്ച് ചെയ്യുന്ന രീതിയിൽ ഫ്രഞ്ച് കർവ് വെച്ചിട്ടൊരു ഷേപ്പ് വരച്ചെടുക്കുകയാണ്. ഫ്രഞ്ച് കർവ് ഇല്ലാച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, ജസ്റ്റ് കൈവച്ച് ഫ്രീ ഹാൻഡ് ആയിട്ട് വരച്ചാൽ മതി കേട്ടോ. ഇപ്പൊ നമ്മൾ ബാക്കിലേക്കുള്ള ആം ഹോൾ മാത്രമേ വരച്ചിട്ടുള്ളൂ. ഷോൾഡർ മാർക്ക് ചെയ്ത അതേ ലൈൻ തന്നെ താഴേക്ക് വേസ്റ്റ് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 14 ഇഞ്ചാണ്. അതേ ലൈൻ തന്നെ ഹിപ്പിന്റെ അവിടേക്കുള്ള ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതായത് സ്ലിറ്റ് എവിടെയാണോ വേണ്ടത് ആ ലെങ്ത് വേണം മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഇവിടെ 21.5 ആണ്. അതും മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ ഒരു ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി വേസ്റ്റ് വിഡ്ത്ത് മാർക്ക് ചെയ്യാം. വേസ്റ്റ് വിഡ്ത്തിന്റെ 4 വേണം മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. 8 ഇഞ്ചാണ്. അതിന്റെ കൂടെയും 2 ഇഞ്ച് സീം അലവൻസ് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു 10 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. 1 ഇഞ്ച് അല്ലെങ്കിൽ 1.25 ഇഞ്ച് സ്ലിറ്റ് മടക്കി അടിക്കാൻ ആവശ്യത്തിന് എത്രയാണോ വേണ്ടത് വെച്ചാൽ ആ അളവ് മാത്രം മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. അവിടെ സീം അലവൻസ് ആയിട്ട് എക്സ്ട്രാ ഒന്നും മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. സ്ലിറ്റിന്റെ ഭാഗത്ത് എത്രയാണോ വിഡ്ത്ത് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വിഡ്ത്ത് അതേപോലെ താഴെ മാർക്ക് ചെയ്യാം. ബോട്ടം വിഡ്ത്ത് ആയിട്ട് മാർക്ക് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു 1/2 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 1 ഇഞ്ച് എക്സ്ട്രാ ആയിട്ട് നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം. ഞാൻ സ്ലിറ്റിന്റെ അവിടെയുള്ള വിഡ്ത്തിനേക്കാളും ഒരു 1/2 ഇഞ്ച് കൂട്ടിയെടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ഈ 2 പോയിന്റുകൾ യോജിപ്പിക്കുമ്പോൾ ചെറിയ രീതിയിലൊരു സ്ലോപ്പ് അവിടെ വരും കേട്ടോ. കറക്റ്റ് അളവാണ് എടുക്കണമെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ടാണ് വരിക. പിന്നെ നമ്മൾ മാർക്ക് ചെയ്ത സീം അലവൻസുകളൊക്കെ നമുക്ക് ഇതേപോലെ ഒന്ന് യോജിപ്പിച്ച് വരയ്ക്കാം. വരച്ച പ്രകാരം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യാം. ഞാൻ 3 ഇഞ്ചാണ് നെക്കിന് വിഡ്ത്തായിട്ട് മാർക്ക് ചെയ്യുന്നത്. നേരത്തെ നമ്മളൊരു 1/4 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്തിരുന്നു. ആ പോയിന്റും ഈ 3 ഇഞ്ചും കൂടി ഒന്ന് സ്ലോപ്പ് ചെയ്ത് വരയ്ക്കുന്നുണ്ട്. എപ്പോഴും കോളർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നെക്ക് വിഡ്ത്ത് കൊടുക്കുക. ഈ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നെക്ക് വിഡ്ത്ത് എങ്ങനെയാ കണ്ടുപിടിക്കുക വെച്ചാൽ ചെസ്റ്റ് റൗണ്ട് ഡിവൈഡഡ് ബൈ 12 ചെയ്താൽ നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നെക്ക് വിഡ്ത്ത് കിട്ടും കേട്ടോ. ഇനി ഇതിൽ നിന്ന് ഒരു പീസ് എടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമ്മൾ ബാക്ക് പീസ് ഇതേപോലെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാക്കിലേക്ക് ഒരു 1/4 ഇഞ്ച് ഇറക്കത്തിൽ ഒരു റൗണ്ട് ഷേപ്പ് കൊടുക്കുന്നുണ്ട് നെക്കിന് വേണ്ടിയിട്ട്. 1/2 to 1 ഇഞ്ച് വരെ നിങ്ങൾക്ക് ബാക്ക് നെക്കിന് ലെങ്ത് കൊടുക്കാം. അതിൽ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കോളർ പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കില്ല. അപ്പോൾ ഒരു 1/2 അല്ലെങ്കിൽ 1/4, മാക്സിമം പോയാൽ കുറച്ച് ലൂസ് വേണമെന്നുണ്ടെങ്കിൽ മാക്സിമം പോയാൽ 1 ഇഞ്ച്,
അതിൽ കൂടുതൽ ഒരു കാരണവശാലും ബാക്ക് നെക്കിന് ലെങ്ത് കൊടുക്കാൻ പാടില്ല കേട്ടോ. ഇനി നമുക്ക് ബാക്ക് പീസ് മാറ്റി വെക്കാം. ഫ്രണ്ട് പീസ് ഇതേപോലെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 3.25 ഇഞ്ചാണ് നെക്കിന് ലെങ്ത് ആയിട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് കോളർ കുറച്ചും കൂടി ഒന്ന് ഇറങ്ങിയിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഒരു 3.5 ഇഞ്ച് ടു 4 ഇഞ്ച് വരെയൊക്കെ കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം, അതായത് കോളർ എവിടെയാ വരേണ്ടത് നിങ്ങൾക്ക് തീരുമാനിച്ചിട്ട് കൊടുക്കാം. ഞാനിവിടെ 3.25 ഇഞ്ചിൽ ഇതേപോലെ ഒരു റൗണ്ട് ഷേപ്പ് വരച്ചിട്ടൊന്ന് കട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം ഇരിക്കുന്നത് നമ്മുടെ ബാക്കിലുള്ള ആം ഹോൾ ആണ്. അപ്പോൾ 1/2 ഇഞ്ച് കുഴിച്ചിട്ട് അതിനെ ഫ്രണ്ടിലേക്കുള്ള ആം ഹോൾ ആക്കിയിട്ട് അതും കൂടി ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് മാറ്റി വയ്ക്കാം. നേരത്തെ നമ്മൾ സ്ലീവിന് വേണ്ടിയിട്ട് ബാക്കി ബാലൻസ് വന്നിട്ടുള്ള ഫാബ്രിക് മാറ്റി വെച്ചിരുന്നു. അപ്പൊ അത് ഇതേപോലെ എടുക്കുന്നുണ്ട്. താഴ്ഭാഗം ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ട് എത്രയാണോ സ്ലീവിന് ലെങ്ത് വേണ്ടത് വെച്ചാൽ ആ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 24 ഇഞ്ചാണ് ഞാൻ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഫുൾ സ്ലീവ് ആണ്. അപ്പൊ ഇതേപോലെ ഒരു പീസ് കട്ട് ചെയ്തെടുത്തതിന് ശേഷം രണ്ടാമത്തെ പീസും കട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരേപോലത്തെ പ്രിന്റ് ആണെങ്കിൽ നമുക്ക് ഒന്നിച്ച് കട്ട് ചെയ്യാം. പക്ഷെ ഇത് പ്രിന്റിൽ വ്യത്യാസം ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ 2 പ്രാവശ്യമായിട്ട് കട്ട് ചെയ്തിട്ട് ഒന്നിന് മുകളിൽ ഒന്ന് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. ഒന്നുകൂടി മടക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ 4 ഫോൾഡ് ആയിട്ടാണ് നമ്മുടെ ഫാബ്രിക് ഇരിക്കുന്നത്. അപ്പൊ ഇതിന് വിഡ്ത്ത് എന്ന് പറയുന്നത് 8 ഇഞ്ചാണ്. എനിക്ക് 9 ഇഞ്ച് സ്ലീവ് ചെയ്യാൻ വേണ്ടിയിട്ട് വിഡ്ത്ത് ആവശ്യമാണ്. അപ്പൊ ആ ഒരു 1 ഇഞ്ചിനേക്ക് വേണ്ടിയിട്ട് ഇതേപോലെ ഒരു പീസ് എക്സ്ട്രാ ആയിട്ട് നമ്മൾ വെക്കുന്നുണ്ട്. ഇതുപോലെ പീസ് വെക്കുന്ന സമയത്ത് ആ പീസും 4 പീസ് ഉണ്ടാവണം. കാരണം നമ്മൾ ഫാബ്രിക് 4ആയിട്ടാണല്ലോ മടക്കിയിട്ട്. കേപ്പ് ലെങ്ത് ആയിട്ട് ഞാനൊരു 4 ഇഞ്ചാണ് കൊടുക്കുന്നത്. ആ 4 ഇഞ്ചിൽ ഇതേപോലെ ഒരു ലൈൻ വെച്ചിട്ടുണ്ട്. ആ ലൈൻ ടച്ച് ചെയ്യുന്ന പോലെ ഒരു 1/2 ഇഞ്ച് ഇതിന്റെ മുകളിൽ ഓവർലാപ്പ് ചെയ്യുന്ന രീതിയിലാണ് വെക്കുന്നത്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ആദ്യമേ സൈഡിൽ ജോയിൻ ചെയ്ത് എടുത്തതിന് ശേഷം കട്ട് ചെയ്യാം, അതല്ലെങ്കിൽ ഇതേപോലെ കട്ട് ചെയ്തതിന് ശേഷം ജോയിൻ ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ആം ഹോൾ കുഴിച്ചു വരയ്ക്കാം. നോർമൽ ആം ഹോൾ കുഴിച്ചു വരയ്ക്കുന്നത് പോലെ തന്നെയാണ്. അതൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. ഇനി ബോട്ടം വിഡ്ത്ത് മാർക്ക് ചെയ്യാം. ഞാൻ കുറച്ച് ലൂസ് ഉള്ള ടൈപ്പിലാണ് സ്ലീവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു 5.5 ഇഞ്ച് വിഡ്ത്ത് ആയിട്ട് കൊടുക്കുന്നുണ്ട്. സീം അലവൻസ് അടക്കമാണ് കേട്ടോ. ഈ അളവ് നേരത്തെ നമ്മൾ ആം ഹോൾ എൻഡ് ചെയ്ത പോയിന്റുമായിട്ട് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഒന്ന് യോജിപ്പിച്ച് വരയ്ക്കുന്നുണ്ട്. ഈ വരച്ച പ്രകാരം ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ചെറിയൊരു പീസ് മാത്രമേ നമുക്ക് ജോയിൻ ചെയ്യേണ്ടതായിട്ടുള്ളൂ. അതന്നെ നമ്മുടെ സീം അലവൻസിന്റെ പോർഷനിലേക്ക് പോകുന്ന പാർട്ടായിട്ടാണ് ഉണ്ടാവുക കേട്ടോ. ഒരിക്കലും പുറത്തേക്ക് അത് വിസിബിൾ ആവില്ല, എത്രയും ചെറിയ പോർഷൻ ആയതുകൊണ്ട്. ഇനി ഇതിന്റെ സെന്ററിൽ ഇതേപോലെ ഒരു നോച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതൊന്ന് നിവർത്തി വെച്ചതിന് ശേഷം ഫ്രണ്ടിലേക്കുള്ള ആം ഹോളും കൂടി ഒന്ന് കുഴിച്ച് കട്ട് ചെയ്തിട്ട് അവിടെ ഇതേപോലെ ഒരു നോച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്യാൻവാസ് പേപ്പർ വേണം. ക്യാൻവാസ് പേപ്പറിന്റെ വിഡ്ത്തായിട്ട് 10 ഇഞ്ചും ലെങ്ത് ആയിട്ട് 13 ഇഞ്ചുമാണ് എടുത്തിരിക്കുന്നത്. ഓൾറെഡി ഞാൻ മെയിൻ ഫാബ്രിക്കിൽ ക്യാൻവാസ് പേപ്പർ അറ്റാച്ച് ചെയ്തിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. എന്നിട്ട് ഇതിന് രണ്ടായിട്ട് മടക്കി കൊടുക്കുന്നുണ്ട്. അതിന്റെ മുകളിലേക്ക് നമ്മൾ ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഫ്രണ്ടിലെ പീസ് ഇട്ടിട്ട് നമ്മുടെ ആ നെക്കിന്റെ ഷേപ്പും അതുപോലെ തന്നെ ആ ഷോൾഡർ സ്ലോപ്പിന്റെ ഷേപ്പും ഇതിനകത്തേക്ക് വരച്ചെടുക്കുന്നുണ്ട്. നെക്ക് വിഡ്ത്തിന്റെ പോയിന്റിൽ നിന്ന് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ടേപ്പ് ഒരു ആംഗിൾ ആയിട്ട് വെച്ചിട്ട് ഒരു 8.5 ഇഞ്ച് ടച്ച് ചെയ്യുന്ന രീതിയിലുള്ള പോയിന്റ് അവിടെ നിന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. ഇതുപോലെ അടയാളപ്പെടുത്തിയതിനു ശേഷം ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗത്തു നിന്ന് ഒരു 1/4 ഇഞ്ച് ഇതേപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഒരു ലൈൻ വരയ്ക്കാം. ഇതൊന്ന് ജസ്റ്റ് ഇങ്ങനെ മുകളിൽ നിന്ന് നമ്മൾ ഈ 1/4 ഇഞ്ച് വെച്ചിട്ടാണ് വരുന്നത്. താഴ്ഭാഗം എത്തുന്ന സമയത്ത് ഒരു മൈന്യൂട്ട് ആയിട്ട് അവിടെ ഒരു കർവ് കൊടുക്കും. നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന പോലെയാണ് വരയ്ക്കേണ്ടത്. ക്യാൻവാസ് പേപ്പർ നമ്മൾ കട്ട് ചെയ്യാത്തതുകൊണ്ട് തന്നെ രണ്ട് സൈഡിലും ഇതേപോലെ ഒന്ന് വരയ്ക്കുക കേട്ടോ. അപ്പൊ ആദ്യത്തെ പോർഷനിൽ കുറെ ലൈൻ ഇരിക്കുന്നത് എന്തുകൊണ്ടാ വെച്ചാൽ അത് സ്പ്രെഡ് ആയി പോയതാണ് സ്കെച്ച് പെന്ന്. രണ്ടാമത്തെ ഭാഗത്ത് നമ്മൾ പെന്ന് വെച്ച് വരച്ച ഈ ഒരു രീതിയിലാണ് നിങ്ങൾ വരയ്ക്കേണ്ടത് കേട്ടോ. ഇനി കുറച്ച് ക്യാൻവാസ് പേപ്പർ വെച്ചിട്ട് എക്സ്ട്രാ ഇരിക്കുന്നത് നമുക്ക് കട്ട് ചെയ്യാം. സൈഡിലൊക്കെ അത്യാവശ്യം വീതിയിൽ തന്നെ ക്യാൻവാസ് പേപ്പർ ഉണ്ടാവണം കേട്ടോ. സാധാരണ നമ്മൾ എന്താണോ ഷേപ്പ് വെച്ചാൽ ആ ഷേപ്പിൽ ഒരു 1 ഇഞ്ച് എക്സ്ട്രാ ക്യാൻവാസ് പേപ്പർ വെച്ചിട്ടാണ് കട്ട് ചെയ്യുക. പക്ഷെ ഇത് അങ്ങനെ കട്ട് ചെയ്താൽ പോരാ. ഇത് അത്യാവശ്യം കുറച്ച് ക്യാൻവാസ് പേപ്പർ വെച്ചിട്ട് സ്ക്രീനിൽ കാണുന്ന പോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇതിന്റെ താഴ്ഭാഗം ഞാൻ ലോക്ക് ചെയ്തെടുക്കുകയാണ്. നിങ്ങൾക്ക് ലോക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ലോക്ക് ചെയ്യുക, ഇനി പറ്റില്ല എന്നുണ്ടെങ്കിൽ ഡബിൾ ഫോൾഡ് ചെയ്താലും മതി കേട്ടോ. ക്യാൻവാസ് പേപ്പറിന്റെ സെന്ററിൽ ഇതേപോലെ ഒരു നോച്ച് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ മെയിൻ ഫാബ്രിക്കിന്റെ സെന്ററിലും ഇതേപോലെ ഒരു നോച്ച് ഇട്ട് കൊടുക്കുക. സെന്റർ ടു സെന്റർ വെക്കുക. നല്ല രീതിയിൽ ഒന്ന് പിൻ കുത്തി കൊടുക്കുക. ജസ്റ്റ് നമ്മൾ ഈ ഒരു സെന്ററിൽ നമ്മളിപ്പോൾ വരച്ചിരിക്കുന്ന ഈ ഒരു ഷേപ്പ് മാത്രമാണ് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പൊ സ്ക്രീനിൽ കാണുന്ന പോലെ എന്താണോ നമ്മൾ വരച്ചിരിക്കുന്ന ഷേപ്പ് വെച്ചാൽ അത് പ്രകാരം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതിന്റെ സെന്ററിലൂടെ ഒന്ന് കട്ട് ചെയ്യുക. സെന്ററിലൂടെ ആദ്യം കട്ട് ചെയ്യുമ്പോൾ കുറച്ച് വിടുത്തുള്ളത് കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ അതിന്റെ പോയിന്റഡ് ആയിട്ടുള്ള ഭാഗത്തേക്ക് വരുമ്പോൾ മൈന്യൂട്ട് ആയിട്ട് കട്ട് ചെയ്യുക കേട്ടോ. നമ്മൾ കൊടുത്തിരിക്കുന്ന സ്റ്റിച്ചിൽ കൊള്ളാതെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതേപോലെ ഒന്ന് നിവർത്തി വെച്ചിട്ട് നമുക്ക് അവിടെ ഒന്ന് ഇങ്ങനെ നെയിൽ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു പീസ് ഉള്ളിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കുക കേട്ടോ.
ഇതേപോലെ നന്നായിട്ട് അയൺ ചെയ്തിട്ടുണ്ട്. വേറെ എവിടെയും നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടില്ല. ജസ്റ്റ് അയൺ മാത്രമേ ചെയ്തെടുത്തിട്ടുള്ളൂ. ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ മെയിൻ ഫാബ്രിക്കും നമ്മളിപ്പം വെച്ചിരിക്കുന്ന ഈ ക്യാൻവാസ് പേപ്പറും ഇളകി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ആ നെക്കിന്റെ ഭാഗം നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അതായത് ആ ഷോൾഡർ സ്ലോപ്പിന്റെ ഭാഗം മുതൽക്ക് നെക്കിന്റെ ഭാഗം വരെ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡും നെക്കിന്റെ പോർഷനും ആ ഷോൾഡർ സ്ലോപ്പിന്റെ ഭാഗം ജസ്റ്റ് റാൻഡം ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. അത് എന്തിനാണെന്ന് വെച്ചാൽ മെയിൻ ഫാബ്രിക്കും നമ്മൾ അടിയിൽ കൊടുത്തിരിക്കുന്ന ക്യാൻവാസ് പേപ്പറും തെന്നി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. ഇനി നമുക്ക് ബാക്ക് പീസ് എടുക്കാം. ബാക്ക് പീസ് ഇതേപോലെ രണ്ടാക്കി മടക്കിയിട്ടിട്ടുണ്ട്. നല്ല ഭാഗമാണ് കേട്ടോ. നല്ല ഭാഗം പുറമേക്ക് കാണുന്ന രീതിയിലാണ് മടക്കിയിട്ടിരിക്കുന്നത്. എന്നിട്ട് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഈ ഷോൾഡറിന്റെ പോർഷന് നേരെ താഴേക്ക് ഒരു 11 ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഫസ്റ്റത്തെ ലൂപ്പ് ഞാൻ 11 ഇഞ്ചിലാണ് വെച്ച് കൊടുക്കുന്നത്. ഒരു 11 ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് അവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗത്ത് നിന്ന് സൈഡിലേക്ക് 3.5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ മാർക്ക് ചെയ്യുന്നത് എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല. കാരണം അത് നല്ല ഭാഗം ആയതുകൊണ്ട് തന്നെ ചോക്ക് വെച്ചിട്ട് ഞാൻ മാർക്ക് ചെയ്യാത്തത്. കാരണം ചോക്ക് വെച്ച് മാർക്ക് ചെയ്യുമ്പോൾ ആകെ മൊത്തം സ്പ്രെഡ് ആവും. അപ്പോൾ അത് വൃത്തികേടാവും. അതുകൊണ്ടാണ് കേട്ടോ. 11 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിന് താഴേക്ക് എത്ര ലൂപ്പാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഞാൻ 5 എണ്ണം വെച്ചിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ. ഒരു സൈഡിൽ 5 എണ്ണം, അടുത്ത സൈഡിൽ 5 എണ്ണം, അങ്ങനെ 10 എണ്ണമാണ് വെച്ച് കൊടുക്കുന്നത്. ഓരോ ലൂപ്പുകൾ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 2 ഇഞ്ച് വെച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം അത് നിങ്ങളുടെ ഇഷ്ടാനുസരണം എടുക്കാം. അതായത് ഇപ്പോൾ ഞാൻ 5 എണ്ണം വെച്ച കൊടുത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ 4 എണ്ണം വെക്കാം. 2 എണ്ണം തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഇപ്പോൾ 2 ഇഞ്ച് വെച്ച കൊടുത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ 2.5 ആക്കാം, അല്ലെങ്കിൽ 1.5 ആക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വെക്കാം. അപ്പോൾ ഇതേപോലെ നമ്മൾ പോയിന്റുകൾ 2 സൈഡിലും മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ ചോക്ക് വെച്ചിട്ട് മാർക്ക് ചെയ്യുകയാണെങ്കിൽ ഇതിനെ ഒന്ന് മറിച്ചിട്ടിട്ട് ടാപ്പ് ചെയ്ത് കൊടുത്താൽ ഓപ്പോസിറ്റ് സൈഡും കിട്ടും. ഇത് നല്ല വശം ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാണ്ട് 2 സൈഡും മാർക്ക് ചെയ്തത്. ഡോറി എങ്ങനെയാണ് എളുപ്പത്തിൽ മേക്ക് ചെയ്യാന്നുള്ള വീഡിയോസ് ഒക്കെ നമ്മൾ ഒത്തിരി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഷോർട്ട് വീഡിയോസ് ആയിട്ടും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ബിഗിനേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോ ഒക്കെ ഒന്ന് കാണാം കേട്ടോ. അപ്പോൾ ഇതേപോലെ എടുത്തിട്ടുണ്ട്. ഇനി 2.5 ഇഞ്ച് വിടുത്ത് വെച്ചിട്ട് 10 പീസ് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ പീസിനെ ഇതേപോലെ രണ്ടാക്കി മടക്കിയിട്ട് ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗം ഉള്ളിൽ ഇന്നർ പോർഷനിലേക്ക് വരുന്ന രീതിയിലാണ് വെച്ച് കൊടുക്കുന്നത്. ഇന്നർ പോർഷനിലേക്ക് ഫേസ് ചെയ്യുന്ന രീതിയിൽ വെച്ചിട്ട് നമ്മൾ മാർക്ക് ചെയ്ത ഭാഗത്ത് ലോക്ക് ഇട്ട് സ്റ്റിച്ച് ചെയ്യാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഈ അടയാളപ്പെടുത്തിയ പോർഷനിൽ മാത്രം സ്റ്റിച്ച് വന്നാൽ പോരാ. ആ സ്റ്റിച്ച് സ്റ്റാർട്ടിങ് ടു എൻഡ് വരെ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരണം. കാരണം നമുക്കത് ആവശ്യമുണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ ഇതേപോലെ നമ്മൾ ആദ്യത്തെ പോയിന്റ് സ്റ്റിച്ച് ചെയ്തിട്ട് അടുത്ത പോയിന്റിലേക്ക് അടുത്ത സ്റ്റിച്ച് കൊടുത്താൽ പോരാ. സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് വരിക. അടുത്ത പോയിന്റ് എത്തുമ്പോൾ അടുത്ത പീസ് ഇതേപോലെ തന്നെ വെച്ച് കൊടുക്കുക. എന്നിട്ട് അവിടെ ഇതേപോലെ ലോക്ക് ഇട്ട് കൊടുക്കുക. അങ്ങനെ നമ്മൾ 2 സൈഡും ഇതേപോലെ ചെയ്തെടുക്കുക. പുറത്തേക്ക് വെച്ചിരിക്കുന്ന ഭാഗത്ത് എക്സ്ട്രാ പീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്യുക. നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ കട്ട് ചെയ്യുക. കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, താഴെ ഇരിക്കുന്ന മെയിൻ ഫാബ്രിക്കിൽ കൊള്ളാൻ പാടില്ല. അതിനുശേഷം ഇതിന് നമ്മളൊന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. മറിച്ചിടുക എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്തിരിക്കുന്ന ഈ ലൈന് പാരലൽ ആയിട്ട് പിടിച്ചിട്ടാണ് നമ്മൾ മറിച്ചിടുന്നത്. അതുകൊണ്ടാണ് ആ പോയിന്റ് മുതൽ സ്റ്റാർട്ടിംഗ് പോയിന്റ് മുതൽക്ക് എൻഡ് പോയിന്റ് വരെ സ്റ്റിച്ച് ചെയ്യണം എന്ന് പറഞ്ഞത്. അപ്പോഴേ നമുക്കിത് ഇങ്ങനെ ഫോൾഡ് ചെയ്യാൻ എളുപ്പം ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇതേപോലെ മറിച്ചിട്ടതിന് ശേഷം നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റിന്റെ മുകളിലേക്ക് ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എൻഡ് ചെയ്യുന്ന പോയിന്റിന്റെ താഴേക്കും ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ ഡാർട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന സെയിം മെത്തേഡിൽ ഇവിടെ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മൾ ഈ 1.5 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്ത ആ പോയിന്റിൽ നിന്ന് മൈന്യൂട്ടായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മുടെ ഈ ഫസ്റ്റ് പോയിന്റിന്റെ ആ ഭാഗം എത്തുമ്പോൾ 1/4 ഇഞ്ച് സീം അലവൻസ് വെട്ടുന്ന രീതിയിൽ വെച്ചിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം താഴെ എത്തുമ്പോഴും ഈ 1.5 ഇഞ്ചിലേക്ക് വരുമ്പോൾ മൈന്യൂട്ടായിട്ട് സ്റ്റിച്ച് വരുന്ന രീതിയിൽ നിർത്തുക. എന്നിട്ട് മുകളിലും അതുപോലെ തന്നെ താഴെയും കുറച്ച് ത്രെഡ് വെച്ചിട്ട് എക്സ്ട്രാ ഉള്ള ത്രെഡ് കട്ട് ചെയ്യുക കേട്ടോ. കുറച്ച് ത്രെഡ് അവിടെ എപ്പോഴും വെക്കണം. നമ്മൾ ഡാർട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അങ്ങനെയാണല്ലോ, അതേപോലെ തന്നെ ചെയ്യാം. സെയിം ഇതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡും ചെയ്തെടുത്താൽ പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ലൂപ്പ് അവിടെ റെഡി ആയിട്ടുണ്ടാവും. ഇനി ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ഡോറി ഇതേപോലെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഒന്നിടവിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ട് വരും. ഇനി ഇതിന്റെ താഴ്ഭാഗത്ത് എന്തെങ്കിലും ചെണ്ടോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് കൊടുത്തെടുക്കാവുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാം. ബാക്ക് പീസിനെ നല്ല വശത്തിന്റെ മുകളിലേക്ക് ഫ്രണ്ട് പീസിനെ നല്ല വശം വെച്ച് കൊടുക്കുക. ഷോൾഡർ ജോയിൻ ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഡബിൾ സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെ ഷോൾഡർ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ രണ്ടായിട്ടൊന്ന് മടക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എത്രയാണോ നമുക്ക് കോളർ വിഡ്ത്ത് വേണ്ടത് വെച്ചാൽ അതൊന്ന് മെഷർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ടേപ്പ് വെച്ചിട്ട് ജസ്റ്റ് ഇതേപോലെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ എന്താണോ നമ്മുടെ ഷേപ്പ് ആ ഷേപ്പിനനുസരിച്ചിട്ട് ടേപ്പ് ഇതേപോലെ വളച്ച് വെച്ചിട്ട് മെഷർ ചെയ്യാം. അതല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന പോലെ ടേപ്പ് വെച്ചിട്ട് ഫാബ്രിക് ഓവർ സ്ട്രെച്ച് ചെയ്യാതെ ഇങ്ങനെ
വേണമെങ്കിൽ അങ്ങനെ മെഷർ ചെയ്യാം. ഇനി ഇത് രണ്ടും അല്ലാതെ ബിഗിനേഴ്സിന് എങ്ങനെയാണ് കോളർ പെർഫെക്റ്റ് ആയിട്ട് മെഷർ ചെയ്യേണ്ടതെന്നുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ബിഗിനേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് അത് പോയിട്ടും കണ്ടു നോക്കാം കേട്ടോ. എനിക്കിവിടെ കിട്ടുന്ന അളവ് എന്ന് പറയുന്നത് 8.25 ഇഞ്ചാണ്, 8.25 ഇഞ്ചാണ്. അപ്പോൾ എത്രയാണോ നിങ്ങൾക്ക് കിട്ടുന്ന അളവ് ചില അളവ് അങ്ങനെ എടുക്കുക. അപ്പോൾ ഇതേപോലെ ഒരു ക്യാൻവാസ് പേപ്പർ എടുത്തിട്ടുണ്ട്. ക്യാൻവാസ് പേപ്പറിനെ രണ്ടായിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. ഒരു ഭാഗത്തേക്കുള്ള അളവായിരുന്നു നമുക്ക് 8.25 ഇഞ്ച് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ താഴ്ഭാഗം ഇതേപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കോളറിന് ലെങ്ത് ആയിട്ട് ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള അളവാണ്. അത് വെച്ചിട്ട് ഇതേപോലെ മുകൾ ഭാഗത്ത് ഒരു ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട്. ഫോൾഡ് ആയിട്ടുള്ള ഭാഗത്ത് നിന്ന് പുറത്തേക്ക് എത്രയാണോ നിങ്ങളുടെ കോളർ വിഡ്ത്ത് വെച്ചാൽ ആ കോളർ വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ 8.25 ഇഞ്ചാണ്. അത് ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് ഒരു ബോക്സ് ഇതേപോലെ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി താഴേന്ന് ഈ 8.5 ഇഞ്ച് മാർക്ക് ചെയ്ത ഭാഗത്ത് നിന്ന് പുറത്തേക്കായിട്ട് ഞാനൊരു 3/4 ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ലൈൻ വരച്ചല്ലോ, ആ ലൈനിൽ മുകളിന് താഴോട്ടായിട്ട് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശ്രദ്ധിക്കുക, രണ്ടളവാണ് നമ്മൾ എക്സ്ട്രാ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഈ 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റും ഈ 3/4 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റും സ്ക്രീനിൽ കാണുന്ന പോലെ ഒരു ആംഗിൾ ഷേപ്പ് ഇതേപോലെ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ മുകൾ ഭാഗത്ത് ഒരു 3 ഇഞ്ച് ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റ് ടച്ച് ചെയ്യുന്ന രീതിയിൽ ഇതേപോലെ ഒരു മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു കേർവ് ഒന്ന് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതോടുകൂടി നിർത്തരുത്. എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഈ കേർവ് ഒന്ന് മെഷർ ചെയ്തെടുക്കണം. മെഷർ ചെയ്യുന്ന സമയത്ത് 8.25 ഇഞ്ച് തന്നെയാണ് കിട്ടുന്നത്. എൻ്റെ കറക്റ്റ് അളവ് അതാണ്. അപ്പോൾ ഞാൻ അത് അങ്ങനെ നിർത്തുന്നുണ്ട്. എന്തെങ്കിലും അളവിൽ വേരിയേഷൻസ് ഉണ്ടെങ്കിൽ അതൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് കറക്റ്റ് അളവാക്കി കൊടുത്തിട്ട് വേണം നിങ്ങൾ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഏത് ഫാബ്രിക്കിലാണോ വേണ്ടത് വെച്ചാൽ ആ ഫാബ്രിക്കിൽ ഇതേപോലെ ഒന്ന് അയൺ ചെയ്തെടുക്കുക. അപ്പോൾ ഇതേപോലെ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി താഴ്ഭാഗത്ത്, അതായത് ഈ 8.25 ഇഞ്ച് മാർക്ക് ചെയ്തതാണ് നമ്മുടെ കറക്റ്റ് അളവ്. ആ ഭാഗത്ത് ഒരു 1/4 ഇഞ്ച് ഫാബ്രിക് വെച്ചിട്ട് എക്സ്ട്രാ ഫാബ്രിക് കട്ട് ചെയ്തിട്ടുണ്ട്. ഈ 1/4 ഇഞ്ചിൽ വെച്ചിരിക്കുന്ന ഫാബ്രിക്കിൽ കുഞ്ഞു കുഞ്ഞു കട്ട് കൊടുത്തിട്ട് ഇതേപോലെ ഒരു ഗ്ലൂ വെച്ചിട്ട് ഈ ഫാബ്രിക് ക്യാൻവാസ് പേപ്പറിലേക്ക് ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. നല്ല രീതിയിൽ ഒട്ടിച്ചെടുക്കുക. നമുക്ക് ആ ഷേപ്പ് കറക്റ്റ് അതേപോലെ കിട്ടുന്ന രീതിയിൽ ഒന്ന് ഒട്ടിച്ചെടുക്കുക. ഇനി നിങ്ങളുടെ അടുത്ത് ഗ്ലൂ ഇല്ലെങ്കിൽ ജസ്റ്റ് സൈഡിലൂടെ ഒന്ന് മൈന്യൂട്ട് ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താലും മതി. ഇതേപോലെ വേറൊരു ഫാബ്രിക് എടുത്തിട്ടുണ്ട്. ആ ഫാബ്രിക്കിന്റെ മുകളിലായിട്ട് ക്യാൻവാസ് പേപ്പറിൽ അയൺ ചെയ്തിരിക്കുന്ന ഫാബ്രിക് വെച്ച് കൊടുക്കുന്നുണ്ട്. രണ്ട് ഫാബ്രിക്കും നല്ല വശത്തിന് മുകളിൽ നല്ല വശം വരുന്ന രീതിയിൽ വേണം വെക്കാൻ വേണ്ടിയിട്ട്. ഒരു സൈഡ് നമ്മൾ ഗ്ലൂ വെച്ച് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ബാക്കി 3 സൈഡും സ്ക്രീനിൽ കാണുന്ന പോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. രണ്ട് ഫാബ്രിക്കും ഒന്നിച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. 3 സൈഡും ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ഇതിന്റെ കോർണേഴ്സിലായിട്ട് ത്രെഡ് ഇട്ട് കൊടുക്കുക. നോർമൽ മെഷീൻ ത്രെഡ് ആണ്, പക്ഷെ ഇതൊരു 3-4 പ്രാവശ്യം ചുറ്റി എടുത്തിട്ടാണ് ഞാൻ ഇതേപോലെ ഇട്ട് കൊടുക്കുന്നത്. അത് ഇതേപോലെ ആ എൻഡിൽ എത്തുമ്പോഴേക്കും ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ പീസിനെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഉള്ളോട്ടേക്ക് ആക്കിയിട്ട് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യുക. ഓപ്പോസിറ്റ് സൈഡ് എത്തുന്ന സമയത്തും സെയിം ഇതേപോലെ തന്നെ എത്തുന്നതിന് കുറച്ച് മുന്നേ ആയിട്ട് ഈ ഒരു പീസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അവിടെ പോയിന്റഡ് ആയിട്ട് ഇറക്കി നിർത്തിയിട്ട് ഈ പീസ് ഉള്ളോട്ട് ഇട്ടിട്ട് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി ഒരു 1/2 ഇഞ്ച് ഫാബ്രിക് വെച്ചിട്ട് എക്സ്ട്രാ ഫാബ്രിക് കട്ട് ചെയ്യുക. ഈ വെച്ചിരിക്കുന്ന ഫാബ്രിക്കിൽ കുഞ്ഞു കുഞ്ഞു കട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ മറിച്ചെടുക്കുക. നോർമൽ മറിച്ചെടുക്കുന്ന പോലെ തന്നെ മറിച്ചെടുക്കുക. മറിച്ചെടുക്കുമ്പോൾ ഈ ത്രെഡ് ഉള്ളതുകൊണ്ട് നമുക്ക് വലിച്ചെടുക്കാൻ എളുപ്പമായിരിക്കും. അത് മാത്രമല്ല പോയിന്റഡ് ആയിട്ട് ആ ഭാഗം കിട്ടുകയും ചെയ്യും കേട്ടോ. പിന്നെ ഈ ത്രെഡ് ജസ്റ്റ് ഇങ്ങനെ വലിക്കുമ്പോൾ തന്നെ അത് ഊരി വരികയും ചെയ്യും. അത് അവിടെ നിൽക്കുകയൊന്നുമില്ല. അപ്പൊ ഇതേപോലെയാണ് ഉണ്ടാവുക. ഷോൾഡർ ഒക്കെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കുർത്തി എടുക്കുക. കുർത്തിന്റെ റോങ് സൈഡ് അതിന്റെ ബാക്ക് ഭാഗത്തിന്റെ സെന്ററിൽ ഇതേപോലെ ഒരു നോച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ ക്യാൻവാസ് പേപ്പറിന്റെ സെന്ററിലായിട്ടും നമ്മൾ ഇതേപോലെ ഒരു നോച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ക്യാൻവാസ് പേപ്പർ വന്ന് എൻഡ് ചെയ്യുന്ന ഈ പോർഷനിൽ ഇതേപോലെ ഒന്ന് ലൈൻ ഇട്ട് കൊടുക്കുക കേട്ടോ. കാരണം ആ ലൈനിലൂടെ തന്നെ കറക്റ്റ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ലൈൻ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പറയുന്നത്. ഇനി സെന്റർ ടു സെന്റർ വെക്കുക. എന്നിട്ട് ഈ ക്യാൻവാസ് പേപ്പർ വരുന്ന പോർഷൻ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് താഴെ ഇരിക്കുന്ന ഫാബ്രിക്കിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. ഈ താഴെ ഇരിക്കുന്ന ഫാബ്രിക്കിൽ ഓൾറെഡി നമ്മൾ ഈ ക്യാൻവാസ് പേപ്പർ എൻഡ് ചെയ്യുന്ന പോർഷനിൽ ഇതേപോലെ ലൈൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ലൈനിലൂടെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. ശ്രദ്ധിക്കുക, ഒരു കാരണവശാലും വലിച്ചു പിടിച്ച് ആ ക്ലോത്തിന്റെ അലൈൻമെന്റ് തെറ്റിച്ചിട്ടൊന്നും സ്റ്റിച്ച് ചെയ്യേണ്ട. എന്താണോ ക്ലോത്തിന്റെ ഷേപ്പ് വെച്ചാൽ അതിനനുസരിച്ചിട്ട് മെല്ലെ പതിയെ സ്റ്റിച്ച് ചെയ്യുക. സ്റ്റിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ഷോൾഡർ ജോയിൻ ചെയ്ത പോർഷനൊക്കെ എത്തുമ്പോൾ നമുക്ക് ഫ്രണ്ടിലേക്ക് തികയാത്ത പോലെ നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനെ വരുമ്പോൾ നമ്മൾ തികയ്ക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വലിച്ചു പിടിച്ചൊന്നും ചെയ്യണ്ട. നമ്മൾ എടുത്തിരിക്കുന്ന അളവ് കറക്റ്റ് ആണെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് തന്നെ വരും. നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഞാൻ ഇതേപോലെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് തന്നെ അത് എൻഡ് ചെയ്യുന്നുണ്ട്. ഇനി ഓപ്പോസിറ്റ് സൈഡും ഇതേപോലെ തന്നെ സെന്ററിന്ന് ഈ പോർഷൻ വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുക, ലോക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഈ മെയിൻ ഫാബ്രിക് നല്ല വശത്തേക്ക് ഒന്ന് മറിച്ചെടുക്കുക. ഈ തയ്ച്ചിരിക്കുന്ന സീം അലവൻസ് ഇതിന്റെ ഉള്ളിലേക്ക് ഹൈഡ് ചെയ്ത് വെച്ചിട്ട് ഒന്ന് ഇതിന്റെ ടോപ്പിലായതുകൊണ്ട് മൈന്യൂട്ട് ആയിട്ടൊരു സ്റ്റിച്ചും കൂടി കൊടുത്തെടുക്കുക.
ഇതും വളരെ ശ്രദ്ധിച്ച് ചുളിവുകൾ വീഴാതെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. കാരണം ഉള്ളിൽ നമ്മൾ വേറൊരു ക്യാൻവാസ് പേപ്പറൊക്കെ കൊടുത്തത് കൊണ്ട് തന്നെ ചുളിവുകൾ വരാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ചുളിവുകൾ ഇല്ലാണ്ട് നല്ല വൃത്തിക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഞാൻ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടാണ് നമുക്ക് ഷർട്ട് കോളർ വന്നിരിക്കുന്നത് എന്നുള്ളത്. ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന സ്ലീവ് ഇതിലേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സൈഡ് നിങ്ങളുടെ അളവ് പ്രകാരം തയ്ക്കുക, സ്ലിറ്റ് ഇട്ട് കൊടുക്കുക. അതൊന്നും നമ്മൾ വീഡിയോയിൽ കൂടുതലായിട്ട് കാണിക്കുന്നില്ല. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് എങ്ങനെ ഷർട്ട് കോളർ ചെയ്യാന്നുള്ളതും അതുപോലെ തന്നെ ബാക്കിൽ എങ്ങനെ നോട്ട് കൊടുക്കുക എന്നുള്ളതുമായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ കുർത്തിന്റെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മുടെ ഷർട്ട് കോളർ വന്നിരിക്കുന്നതെന്ന്. അതോടൊപ്പം ബാക്കിൽ ഈ നോട്ട് കൊടുക്കുന്നത് കൊണ്ട് തന്നെ നല്ലൊരു ഷേപ്പും കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു.